നിന്റെ കവിൾത്തടത്തിലൂടെ അവിടെ നിന്ന് ഒഴുകുകയാണെങ്കിൽ അതിന്റെ മഹത്വം മനസ്സിലാകുന്നത് നാളെ പരലോകത്താ. പ്രിയപ്പെട്ട പെങ്ങളെ, ഈ ദുനിയാവിൽ നിനക്ക് മനസ്സിലാകൂല. നാളെ നിന്നെ പരലോകമാകുന്ന മഹ്ശറയിലേക്ക് പടച്ചിറപ്പ് അവിടെ നിന്ന് കൊണ്ടുവരികയാ. ആ സമയത്ത് നിന്റെ കർമ്മപുസ്തകം അവിടെ നിന്ന് തരികയാ. ആ കർമ്മപുസ്തകം അവിടെ നിന്ന് തുറന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ കർമ്മപുസ്തകത്തിൽ നീ ചെയ്ത തെറ്റിന്റെ കൂമ്പാരങ്ങളാ കാണുന്നത്, ഒരൊറ്റ നന്മയും കാണുന്നില്ല. ആ സമയത്ത് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരുപാട് പേടിച്ചുകൊണ്ട് പടച്ചിറപ്പിനോട് ഇവിടെ നിന്ന് ചോദിക്കുന്നു, റബ്ബേ, ഇതൊക്കെ ഞാൻ ചെയ്ത തെറ്റുകളാണോ അല്ലാ? ഇതൊക്കെ ഞാൻ ചെയ്ത തിന്മകളാണോ റബ്ബേ? ആ സമയത്ത് പടച്ചിറപ്പ് എന്താ പറയുന്നതെന്നറിയോ? എന്റെ അടുക്കൽ അതിന്റെ തെളിവുകളുണ്ട്, സാക്ഷികളുണ്ടെന്ന് പറയുമ്പോൾ, എന്റെ പെങ്ങളെ, നീ ഇവിടെ നിന്ന് വലത് ഭാഗത്തോട്ട് നോക്കുന്നു, ഇടത് ഭാഗത്തോട്ട് നോക്കുന്നു, മുൻഭാഗത്തോട്ട് നോക്കുന്നു, പിറകു വശത്തേക്ക് നോക്കുന്നു, പക്ഷേ അവിടെ നിന്ന് സാക്ഷികളെ കാണുന്നില്ല. അവിടെ നിന്ന് പടച്ചിറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ പെങ്ങളെ, നീ ഇവിടെ നിന്ന് പറയുകയാണ്, യാ റബ്ബി അയ്ന ശാഹിദ്, അല്ലാഹുവേ പടച്ചവനെ, സാക്ഷികൾ എവിടെയല്ല, തെളിവുകൾ എവിടെ റബ്ബേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പടച്ചിറപ്പിനോട് ചോദിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് സാക്ഷികളെ കൊണ്ടുവരികയാ. പ്രിയപ്പെട്ടവരെ, മനുഷ്യരെയല്ല സാക്ഷികളായിട്ട് കൊണ്ടുവരുന്നത്, നിന്റെ അയൽവാസികളെയല്ല അവിടെ നിന്ന് സാക്ഷികളായിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ ആരാണ് സാക്ഷി പറയുന്നതിന് വേണ്ടി കടന്നു വരുന്നതെന്നറിയോ? നിന്റെ കൈകൾ കടന്നു വരികയാ, നിന്റെ കാലുകൾ കടന്നു വരികയാ, നിന്റെ കണ്ണുകൾ കടന്നു വരികയാണ്, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ അവിടെ നിന്നതാ കടന്നു വരികയാ. എന്നിട്ട് അവിടെ നിന്ന് പടച്ചിറപ്പിനോട് പറയുന്നു, റബ്ബേ, ഈ കൈകൾ കൊണ്ട് ഒരുപാട് ഹറാമിയത്ത് ചെയ്തവളാണല്ലാ, ഈ കാലുകൾ കൊണ്ട് ഒരുപാട് ഹറാമിയത്തിലേക്ക് നടന്നുപോയവനാണ് റബ്ബേ, കണ്ണുകൾ കൊണ്ട് ഒരുപാട് പാതിരാത്രി സമയത്ത് പോലും ഉറക്കമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഹറാമിയത്തിന്റെ അടിഞ്ഞാട്ടങ്ങൾ അവിടെ നിന്ന് കണ്ടു രസിച്ചവളാണ് റബ്ബേ എന്ന് ശരീരത്തിന്റെ അവയവങ്ങൾ അവിടെ നിന്ന് കടന്നു വന്നുകൊണ്ട് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അവിടെ നിന്ന് പടച്ചിറപ്പതാ നരകത്തിന്റെ കാവൽക്കാരായ മാലാഖമാരെ വിളിക്കുകയാണ്. നരകത്തിന്റെ സൂക്ഷിപ്പുകാരായ മലക്കുകളെ വിളിച്ചിട്ട്, ഈ മനുഷ്യരെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിന്നയതാ നരകത്തിലേക്ക് വലിച്ചെറിയാ പറയുകയാണ്. ആ സമയത്ത് പെങ്ങളെ, നരകത്തിന്റെ കാവൽക്കാരായ മാലാഖമാരെ കടന്നു വരികയാണ്. നിന്നെയും കൊണ്ട് നരകത്തിന്റെ കവാടത്തിലേക്ക് ഇവിടെ നിന്ന് നടന്നെടുക്കുകയാണ്. ആ സമയത്ത് പെങ്ങളെ, ഈ പാതിരാത്രി സമയത്തൊന്ന് കരഞ്ഞല്ലോ, പടച്ചിറപ്പിനെ പേടിച്ചുകൊണ്ട്, പരലോകത്തെ പേടിച്ചുകൊണ്ട് അവിടെ ആഖിറത്തിനെ കുറിച്ച് ഓർത്തിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീർ തുള്ളികൾ അവിടെ ഒഴുകിയല്ലോ. ഓ കണ്ണുനീര് കടന്നു വന്നിട്ട് പടച്ചിറപ്പിനോട് അവിടെ നിന്ന് പറയുകയാണ്. കണ്ണിൽ നിന്നതാ ഒരു ഇമല്ല കടന്നു വന്നിട്ട് പടച്ചിറപ്പിനോട് പറയുകയാണ്, അല്ലാഹുവേ പടച്ചവനെ, പാതിരാത്രി സമയത്ത് അവിടെ നിന്ന് പരലോകത്തെ കുറിച്ച് ഓർത്തിട്ട് അവിടെ നിന്ന് കരഞ്ഞവളാണ് റബ്ബേ, നരകത്തെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞവളാണ് റബ്ബേ, നിന്റെ ശിക്ഷകളെ കുറിച്ച് അവിടെ നിന്ന് ചിന്തിച്ചിട്ട് പൊട്ടിക്കരഞ്ഞവളാണ് റബ്ബേ. നീ ഇവിടെ നിന്ന് വിശുദ്ധമായ ഖുർആനിൽ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹുവെ പേടിച്ചവർക്ക് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അല്ലാഹുവെ പേടിച്ചുകൊണ്ട് ദുനിയാവിൽ അവിടെ നിന്ന് ജീവിച്ചവർക്ക് സ്വർഗം കൊടുക്കാമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ. അതുകൊണ്ട് ഇവളെ പൊട്ടിക്കരഞ്ഞവളാണ് റബ്ബേ, നിന്റെ സ്വർഗം കൊടുക്കണേ അല്ലാ. ആ സമയത്ത് അവിടെ നിന്ന് പടച്ചിറപ്പ് നരകത്തിന്റെ കാവൽക്കാരായ മാലാഖമാരോട് നിന്നെ തിരികെ കൊണ്ടുവരാ പറയുകയാ പെങ്ങളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ നിനക്ക് സ്വർഗമാ പടച്ചിറപ്പ് തരുന്നത്. അതുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ നിന്റെ മനസ്സിലവിടുന്ന് തോന്നിക്കഴിഞ്ഞാൽ ദുനിയാവിന്റെ ആഡംബരങ്ങൾക്ക് വേണ്ടി, വീരത്തിന് വേണ്ടി നീ മാറ്റിവെക്കില്ല പെങ്ങളെ. അവിടെ നിന്ന് നശ്വരമായ ദുനിയാവല്ലേ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഒരുപാട് ആഡംബരങ്ങളെ കൊണ്ട്, ദീനത്തുകളെ കൊണ്ട്, ഭംഗികളെ കൊണ്ട്, അലങ്കാരം കൊണ്ട് ഇവിടെ നിന്ന് നിറയ്ക്കപ്പെട്ട ദുനിയാവല്ല പെങ്ങളെ. അതുകൊണ്ട് ദുനിയാവിന്റെ ആഡംബരങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട്, ദുനിയാവിന്റെ ആർഭാടങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പാതിരാത്രി സമയത്ത് ഇവിടെ നിന്ന് പൊട്ടി